പ്രതിയിൽ നിന്ന് ഗൂഗിൾ പേ വഴി 25,000 രൂപ വാങ്ങിയതിൽ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ജയിൽ വകുപ്പ്. കണ്ണൂർ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ദിനേശ് ബാബുവിനെതിരെയാണ് നടപടിയെടുക്കാത്തത്. ഇയാൾക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വകുപ്പ് മേധാവിമാർ ഇടപെട്ട് പൂഴ്ത്തി. 2022 മലമ്പുഴ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരിക്കെ ദിനേശ് ബാബു പണം വാങ്ങിയത്. തെളിവ് സഹിതം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും 1.5 വർഷമായിട്ടും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ അനസിൽ നിന്ന് 2022 മാർച്ച് 10 ഗൂഗിൾ പേ വഴി ദിനേശ് ബാബു പണം വാങ്ങിയത്. മഞ്ചേരി ജയിലിൽ അനസിന്റെ സുഹൃത്ത് റിയാസിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പണം കൈമാറിയത്. 2023 മാർച്ച് 24 ഇടവണ്ണ റിദാൻ വധക്കേസിൽ പിടിയിലായ അനസിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം പോലീസിന് ലഭിച്ചത്. തുടർന്ന് മലപ്പുറം SP DGPക്ക് റിപ്പോർട്ട് നൽകി. DGP ആഭ്യന്തര വകുപ്പിനും ജയിൽ DGPക്കും റിപ്പോർട്ട് കൈമാറി. തുടർന്ന് ജയിൽ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും ദിനേശ് ബാബുവിനെതിരെ ഇതുവരെ നടപടിയെടുത്തില്ല. പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് തെളിഞ്ഞു. തെളിവ് സഹിതം അന്വേഷണ റിപ്പോർട്ട് നൽകി. ദിനേശ് ബാബു കൊലക്കേസ് പ്രതികളുമായി നടത്തിയ ചാറ്റും അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ 1.5 വർഷമായിട്ടും ഒരു നടപടിയും ഇദ്ദേഹത്തിനെതിരെയില്ല. അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം ദിനേശ് ബാബുവിന്റെ സുഹൃത്തുക്കളായ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് പൂഴ്ത്തിയെന്നാണ് വിവരം. ദിനേശ് ബാബു നിലവിൽ കണ്ണൂർ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായി തുടരുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.